താങ്കൾ ഈ 2015 മുതൽ 22 വരെ ശബരിമല സേഫ് സോൺ പദ്ധതിയുടെയൊക്കെ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നയാളാണ്. ഈ റോഡുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടോ? മതിയായ സ്പീഡ് ബ്രേക്കറുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ? ഇനി എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതായി ഉണ്ടായിരുന്നോ ആ മേഖലയിൽ? നമുക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് 3 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നിരുന്നത്. ഗവൺമെന്റും മറ്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഡിപ്പാർട്ട്മെന്റ്സും. അതിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളാണ് അവ. ഇത് മാത്രം പോരാ. മലബാർ തുടങ്ങി ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, തിരുവനന്തപുരം തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ശ്രദ്ധ ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയിലെ 28ഓളം സ്റ്റേറ്റുകളിൽ നിന്നും മറ്റ് സെൻട്രൽ ടെറിട്ടറികളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. എയർപോർട്ടുകളിൽ നിന്നുള്ള വാഹനങ്ങളും വരുന്നുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി സമയങ്ങളിലാണ് ഈ തീർത്ഥാടനവും അതേസമയം ഈ ഇന്റേണൽ ടൂറിസവും ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്ന സമയം. ആ സമയത്ത് വളരെ ജാഗ്രത ആവശ്യമുണ്ട്. കേരളത്തിലെ വൈകിയാണെങ്കിലും നാഷണൽ ഹൈവേയും റോഡുകളും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്, അത്യാവശ്യം കുറെ കാര്യങ്ങളെങ്കിലും. പക്ഷേ ഈ അപകടം, ഇന്നിപ്പം നമുക്ക് കൂടുതലുണ്ടായ അപകടം എന്ന് പറയുന്നത് വാഹനവും നല്ലതാണ്, റോഡും നല്ലതാണ്. പിന്നെ എന്താണ് പ്രശ്നം? അത് വാഹനം ഉപയോഗിക്കുന്നവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിന്റെ തെറ്റുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ജാഗ്രതയില്ല. ഈ എയർപോർട്ടിൽ പോയി ഒരു കുടുംബത്തെയും രാത്രിയിൽ ഓടിച്ചു ചെന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തിക്കണമെങ്കിൽ അതിന് തക്ക എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ആയിരിക്കണം ആ വാഹനം ഓടിക്കേണ്ടത്. അദ്ദേഹത്തിന് ഫറ്റീഗ് കൊണ്ടാണ് ക്ഷീണിതനായി ഉറങ്ങിപ്പോയിരിക്കുന്നത്. അത് തന്നെ പല കാരണങ്ങളുണ്ടാവാം. കഴിച്ചിരിക്കുന്ന ആഹാരത്തിന്റെ പ്രത്യേകത, പതിവില്ലാതെ രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിലുണ്ടാവാം. ഇപ്പൊ ഇതിന്റെ അഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ഈ കുടുംബവും അതുപോലെ തന്നെ ആ ശബരിമല ആന്ധ്രയിൽ നിന്ന് വന്ന് ദർശനം കഴിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുമാണ്. അപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും സ്റ്റേക്ക് ഹോൾഡിംഗ് ഡിപ്പാർട്ട്മെന്റ്സും ഈ റോഡ് സൈഡിലുള്ള മുഴുവൻ ജനങ്ങളും കരുതിയെങ്കിൽ മാത്രമേ ഈ മാസങ്ങളിൽ ഭംഗിയായി കാര്യങ്ങൾ റോഡിന്റെ ഉപയോഗം നടക്കുകയുള്ളൂ. വളരെയധികം ശ്രദ്ധ ചെലുത്തി മാത്രം ഈ ആൾക്കാർ പ്രവർത്തിക്കേണ്ടതുണ്ട്. റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്, വിസിബിലിറ്റി മറയാൻ ഇടയാവരുത്, വേണ്ടാത്ത വസ്തുവകകളൊന്നും റോഡിലോ സൈഡിലോ പ്രദർശിപ്പിക്കരുത്. പെട്രോളിങ്ങിന് വാഹനം ഉണ്ടാകണം. എൻ്റെ അറിവിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ആകെ 60-ൽ താഴെ വാഹനങ്ങളേ ഉള്ളൂ. അതും ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഡീസൽ വാഹനങ്ങൾ വളരെ പഴയതുമാണ്. കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ മാതൃഭൂമി ന്യൂസും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ മോട്ടോർ വാഹന വകുപ്പിന് മതിയായ വാഹനങ്ങൾ, പെട്രോളിംഗ് വാഹനങ്ങൾ ഇല്ലാത്തത് ഒരു പരിധിവരെ വലിയ പ്രശ്നമാണ്. ഒപ്പം ഓഫീസ് ജോലികൾക്ക് ആളില്ലാത്തത് കൊണ്ട് കുറേയേറെ പേരെ ഓഫീസ് ജോലികൾക്ക് തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം പോലും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പ്രദേശവാസികൾ പറയുന്നത് ഈ പെട്രോളിങ്ങിന് ആംബുലൻസ് വാഹനങ്ങൾക്ക് പുറമെ ആംബുലൻസ് സേവനം ആ റോഡുകളിൽ മതിയായി ഇല്ല എന്നതാണ്. ആംബുലൻസ് വളരെ വൈകിയാണ് അവിടേക്ക് എത്തിയത് എന്നൊരു കാര്യവും പറയുന്നുണ്ട്. തീർത്ഥാടന കാലത്ത് പ്രത്യേകിച്ചും അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാവേണ്ടതല്ലേ? നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സേഫ് കേരള പദ്ധതി എന്ന ഇന്ത്യ ഗവൺമെന്റും സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും അഭിനന്ദിച്ചിരിക്കുന്ന പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതി പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ് ഞാൻ. അനുഭവങ്ങളിൽ നിന്നും ദീർഘകാലത്തെ പഠനത്തിൽ നിന്നുമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി വ്യക്തമായി നടപ്പാക്കിയാൽ നമുക്ക് റോഡ്, റെയില്, കായലും നദികളും കടല്, വായു 5 മോഡിലുമുള്ള ഗതാഗതങ്ങൾ വേണ്ടത്ര കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഭംഗിയായി 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ ഈ കേരളത്തിലെ ഗതാഗതം നടത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് വളരെയധികം അതിന് വേണ്ടതായ ശ്രദ്ധ നൽകുകയോ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സ്റ്റാഫിനെ നിയമിച്ചെങ്കിലും ഈ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജി അവരുടെ അടുത്ത് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ സമർപ്പിച്ചാൽ നമുക്ക് വാഹനങ്ങളും ആംബുലൻസുകളും ക്രെയിനുകളും എല്ലാം ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് വേണ്ട പേപ്പേഴ്സ് പോലും അവിടെയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഗതാഗത സംവിധാനവും ജാഗ്രതയും ജനങ്ങൾക്ക് അതിനുള്ള കൾച്ചറും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനിച്ചാൽ മാത്രം പോരാ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ ശ്രമിക്കണം.
ആർട്ടിഫിഷ്യൽ സേഫ് കേരള ഇന്റലിജൻസും പദ്ധതി അത്യന്താധുനിക സേഫ് കേരള സാഹചര്യങ്ങളുമുള്ള ഈ സമയം നടപ്പാക്കുന്നതിൽ എന്ത് സാങ്കേതിക തടസ്സമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് നിലവിലുള്ളത്? അത് ഈ വാഹനങ്ങളുടെ കുറവ്, പെട്രോളിംഗ് വാഹനങ്ങളുടെ കുറവ്, പണം ചെലവഴിക്കാനുള്ള പണത്തിന്റെ കുറവ്, അങ്ങനെ അത്തരത്തിൽ പ്രശ്നങ്ങളാണോ നേരിടുന്നത്? ഈ ശബരിമല പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ്. ഏകദേശം പൂർണ്ണമായ ഒരു വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഏകദേശം 150ഓളം ലക്ഷം ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 52ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവർ വന്നു പോകുമ്പോൾ നമുക്കിവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ലഭിക്കും. അതെല്ലാം ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സേഫ് കേരള പദ്ധതി ഇവിടെ നടപ്പാക്കുകയും നല്ല ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്ക് മനുഷ്യരൊക്കെ പോവുകയും അപകടങ്ങൾ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനാവൂ. വളരെയധികം നന്ദി സുനിൽ ബാബു. ഒപ്പം ചേർന്നതിന്